അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ കനാത്തി. പ്രിയ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇസ്മുദ്ദർസ് പാഠത്തിന്റെ പേരെന്താണ്? ലഹ്ലാത്തുൻ, നിമിഷങ്ങൾ. ലാ തുൻസാ, മറക്കാത്ത നിമിഷങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. നമ്മൾ പഠിച്ചു വന്നത് സൽമാൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. സൽമാന് അവന് ഫുട്ബോൾ മത്സരത്തില് ഗോൾ നേടാൻ സാധിച്ചു. മത്സരങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം അവൻ കത്തബ സൽമാനു, സൽമാൻ എഴുതുകയാണ്, മുഫക്കിറത്തൻ, ഒരു ഡയറി കുറിപ്പ്, അൻ തജ്രിബതിഹി, അവന്റെ അനുഭവത്തെ കുറിച്ച്, റാലിക്കൽ യൗമി, ആ ദിവസത്തിൽ അവനുണ്ടായ അനുഭവത്തെ കുറിച്ച് ഒരു കുറിപ്പ് അവൻ എഴുതുകയാണ്. ഡയറിയിലെ ഫസ്റ്റ് ഡേറ്റ്, മന്ത്, ഇയർ നമ്മൾ എഴുതാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഖാമിസ അഷ്റ ഉത്തൂസ് അൽഫൈൻ 25 മീലാദിയ, ആഗസ്റ്റ് 15, 2025 എഴുതുന്നത്. നോക്കൂ, അർത്ഥം നോക്കാം. ലൻ അൻസ, ഞാൻ മറക്കുകയില്ല, ദാലിക്കൽ യൗമ, ആ ദിവസം, വസ്വൽന, ഞങ്ങൾ എത്തിച്ചേർന്നു, ഇലൽ മുബാറാത്തി, മത്സരത്തിലേക്ക്, അന്നിഹാഇയ്യ, ഫൈനൽ, അവസാന മത്സരം, ഫൈനൽ മത്സരത്തിലേക്ക്, ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൽബി, എന്റെ ഹൃദയം, യദുക്കു, മിടിക്കുന്നു, കദ്ദുക്കി, ദഫ് മുട്ടുപോലെ എന്റെ ഹൃദയം മിടിക്കുകയാണ്. ദഹൽന, ഞങ്ങൾ പ്രവേശിച്ചു, അൽ മൽഅബ, ഗ്രൗണ്ടിൽ പ്രവേശിച്ചു, സ്വാഹ, ആർത്തു വിളിച്ചു, അൽ മുഷാഹിദൂന, കാണികൾ, ജമീഅൻ, അവർ മുഴുവനും അട്ടഹസിക്കുകയാണ്, ആർത്തു വിളിക്കുകയാണ്. ബദഅത്തിൽ മുബാറാത്തു, മത്സരം, ബദഅത്ത്, ആരംഭിച്ചു, കഅന്നന, ഞങ്ങളായതുപോലെയുണ്ട്, ഫി മൈദാനിൽ ഹർബി, മൈദാൻ, ഗ്രൗണ്ട്, ഹർബ്, യുദ്ധത്തിന്റെ, യുദ്ധക്കളത്തിൽ ഞങ്ങളായതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഫജ്അതൻ, പെട്ടെന്ന്, ജാഅത്തിൽ, പുറത്തോ, പന്ത് വന്നു, ഇലയ്യ, എന്നിലേക്ക്, പന്ത് എന്നിലേക്ക് വന്നു, എന്റെ അടുക്കലേക്ക് വന്നു. സദദ്തു, ഞാൻ അടിച്ചു, സദദ്തുൽ പുറത്ത, ആ പന്തിനെ ഞാൻ അടിച്ചു, ബികുൽവത്തിൻ, മുഴുവൻ ശക്തിയോടും കൂടി, ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്, എല്ലാവിധ ശക്തിയോടെയും കൂടി ഞാൻ ആ പന്തിനെ പോസ്റ്റിലേക്ക് അടിച്ചു. അങ്ങനെ എനിക്ക് ഗോൾ അടിക്കാൻ സാധിച്ചു. തമവ്വജ, ഇളകി മറിഞ്ഞു, അൽ മൽഅബു, കളിസ്ഥലം, ബിസ്സഊരീദി, ആരവങ്ങൾ കൊണ്ട്, ആഹ്ലാദം കൊണ്ട് അലയടിച്ചു. ഹദഫുൻ, ഹദഫുൻ, ഗോൾ, ഗോൾ എന്ന് ഉറക്കെ ആരവങ്ങൾ ഉയർന്നു. ലഹ്ലത്തു, ആ നിമിഷമാണ്, കാനത്ത്, അതായിത്തീർന്നു, മിൻ അർവഇ, ഏറ്റവും മനോഹരമായ, അർവഇ, ഏറ്റവും മനോഹരമായ, ലഹ്ലാത്തിൻ, നിമിഷങ്ങളാണ്, ഫി ഹയാത്തി, എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത്. പേജ് നമ്പർ 60 എന്താണെന്ന് നോക്കാം. നുലാഹിദു, നമുക്ക് നിരീക്ഷിക്കാം, അൽ ജുമലൽ ആത്തിയ, താഴെ കൊടുത്ത സെന്റൻസുകളെ, വനുറത്തിബുഹ, നമുക്കവയെ ക്രമപ്പെടുത്താം, ഹസബൽ മുഫക്കിറ, ഡയറി കുറിപ്പിനനുസരിച്ച് ഈ സെന്റൻസുകൾ ഓർഡറിൽ നമുക്ക് എഴുതണം. ഡിസോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡയറി നോക്കി ആദ്യം ഏത് സെന്റൻസ് വരണം, അടുത്തത് ഏത് വരണം, അങ്ങനെ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഡിസോർഡർ ആണ്. നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. തമവ്വജൽ മൽഅബു, കളിസ്ഥലം, ഇളകി മറിഞ്ഞു, ബിസ്സഊരീദി, ആരവങ്ങൾ കൊണ്ട്. അടുത്ത സെന്റൻസ്, ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു, അൽ മൽഅബ, കളിസ്ഥലത്ത്, വസ്വൽന, ഞങ്ങൾ എത്തിച്ചേർന്നു, ഇലൽ മുബാറാത്തിൻ നിഹായത്തി, ഫൈനൽ മത്സരത്തിലേക്ക്, സദദ്തു, ഞാൻ അടിച്ചു, അൽ ഖുറത, ബോള്, ബികുല്ലി ഖുവ്വത്തിൻ, എല്ലാവിധ ശക്തിയോടും കൂടി. ബദഅത്തിൽ മുബാറാത്തു, മത്സരം ആരംഭിച്ചു. ഇവിടെ
ഏത് സെന്റൻസ് ആണോ ആദ്യം വരേണ്ടത് അതിന്റെ അടുത്തത് ഏത് വരണം, അങ്ങനെ ഓർഡറിൽ എഴുതാനാണ്. ഡയറി നോക്കിയിട്ട് ആദ്യം ഏതാണ് സെന്റൻസ് വരുന്നത്? ഫസ്റ്റ് വസൽന ഇലൽ മുബാറാത്തിൻ നിഹായ എന്നതാണ് ആദ്യം വരേണ്ടത്. രണ്ടാമതായിട്ട് വരേണ്ടത് ദഹൽനൽ മൽഅബ, ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവേശിച്ചു. മൂന്നാമതായിട്ട് വരേണ്ടത് ബദഅത്തിൽ മുബാറാത്തു, മത്സരങ്ങൾ ആരംഭിച്ചു. നാലാമതായിട്ട് വരേണ്ടത് സദദുൽ ഖുറത ബിഖുവത്തിൻ, എല്ലാ ശക്തിയോടും കൂടി ബോൾ ഞാൻ അടിച്ചു. അടുത്തത് തമബ്ബജൽ മൽഅബു, കളിസ്ഥലം ഇളകി മറിഞ്ഞു. ബിസ്സ ഓരീദി, ആരവങ്ങൾ കൊണ്ട്. അങ്ങനെ നിങ്ങൾ ഓർഡറിൽ എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കാം. ടെക്സ്റ്റ് നമുക്ക് വായിക്കാം. വനഖ്താറു, നമുക്ക് തെരഞ്ഞെടുക്കാം. അൽ അഫ്ആൽ അൽ മാലിയ, മാലിയായ ഫിയലുകളെ നമുക്കതിൽ നിന്നും തെരഞ്ഞെടുക്കണം. ഫിയലുൽ മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങൾക്കാണ് ഫിയലു മാലി എന്ന് പറയുക. ആ മാലിയായ ഫിയല് ഈ പാഠഭാഗത്തില് ഏതൊക്കെയാണോ വന്നിരിക്കുന്നത് അത് താഴെ എഴുതണം. ഒരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, വസൽന, ഞങ്ങൾ എത്തിച്ചേർന്നു. ഇതുപോലെ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളായിട്ട് വന്നത് ഏതൊക്കെയാണോ അതവിടെ എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്? വസൽന അവിടെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എത്തിച്ചേർന്നു. അതുപോലെ ബാക്കി ഏതാണ് വരുന്നത് എന്ന് നോക്കൂ. മാലി ആയിരിക്കണം ഫിയല്. ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു. അതുപോലെ സോഹ, അട്ടഹസിച്ചു. ബദഅത്ത്, ആരംഭിച്ചു. ജാഅത്ത്, വന്നു. സദദുത്തു, ഞാൻ അടിച്ചു, ഗോൾ അടിച്ചു. തമവ്വജ, അലയടിച്ചു. കാനത്ത്, ആയിത്തീർന്നു. ഈ തുടങ്ങിയ ഫിയലുകളൊക്കെ മാലിയായ ഫിയലുകളാണ്. ഇനി വേറെയും മാലിയായ ഫിയലുകൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. നുക്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. മുഫക്കിറത്തൻ, ഒരു കുറിപ്പ്. യൗമിയ, ദിനചര്യകള്, ദൈനംദിന ചര്യകള്, ദിനചര്യകളെ കുറിച്ച് ഒരു ഡയറി നമുക്ക് ഫില്ല് ചെയ്യണം. ബി ഇസ്തിഖ്ദാമി, ഉപയോഗിച്ചുകൊണ്ട്. അൽ അഫ്ആൽ, ഫിയലുകളെ ഉപയോഗിച്ചുകൊണ്ട്. ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിനിടയിൽ നിന്ന് ഫിയലുകളെ ഉപയോഗിച്ചുകൊണ്ട്. ദിനേനയുള്ള ചര്യകൾ, ദിനചര്യകൾ അടങ്ങുന്ന ഒരു കുറിപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം, പൂർത്തീകരിക്കാം. എങ്ങനെ പൂർത്തീകരിക്കാം എന്ന് നോക്കൂ. അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഒരു ഉദാഹരണം നോക്കൂ. ഇസ്തൈഖലതു, ഞാൻ എഴുന്നേറ്റു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്നും. സ്വബാഹൻ, രാവിലെ എഴുന്നേറ്റു. ഇസ്തൈഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റു, മാലിയായ ഫിയലാണ്. ഇവിടെ ലാസ്റ്റത്തെ ഹർഫ് ലെറ്ററിന് സുക്കൂൻ കൊടുത്ത് തു എന്ന് ചേർത്ത് കൊടുത്താൽ ഞാൻ എന്നർത്ഥം വരും. തു, ഞാൻ. ഇസ്തൈഖലതു, ഞാൻ എഴുന്നേറ്റു എന്നർത്ഥം വന്നു. അതുപോലെ ബാക്കിയുള്ള ഫിയലുകളിലും ചേർത്ത് കൊടുക്കണം. ഡാഷ് അൽ അസ്നാന, പല്ലുകള്. നല്ലഫ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എന്നാണ് അർത്ഥം. ഞാൻ വൃത്തിയാക്കി. നല്ലഫ എന്ന് പറഞ്ഞാൽ അവൻ വൃത്തിയാക്കി എന്നാണ്. ഞാൻ വൃത്തിയാക്കി എന്നാക്കാൻ നല്ലഫയിലെ ലാസ്റ്റ് ലെറ്ററായ ഫഇനെ സുക്കൂൻ കൊടുത്ത് തു എന്ന് ചേർത്ത് കൊടുക്കുക. നല്ലഫ്തുൽ അസ്നാന, പല്ലുകൾ ഞാൻ വൃത്തിയാക്കി. അതുപോലെ അടുത്തത് നോക്കൂ. അൽ ഫതൂറ, ബ്രേക്ക്ഫാസ്റ്റ്. തനാവല എന്ന് പറഞ്ഞാൽ അവൻ കഴിച്ചു. ഇനി നമ്മൾ അതിനെ ഞാൻ കഴിച്ചു എന്നാക്കണമെങ്കിൽ തനാവൽ തു, ഞാൻ കഴിച്ചു. ലാമിന് സുക്കൂൻ കൊടുത്ത് തു ചേർക്കുക. തനാവൽ തുൽ ഫതൂറ, ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ കഴിച്ചു. അടുത്തത് അൽ ജരീദത്ത, പത്രം. ഞാൻ വായിച്ചു എന്ന് വരണം. ഖറഅ എന്ന് പറഞ്ഞാൽ അവൻ വായിച്ചു, ഞാൻ വായിച്ചു എന്ന് പറയാൻ ഖറഅ തു. അലിഫിനെ സുക്കൂൻ കൊടുത്ത് തു എന്ന് ചേർത്ത് കൊടുക്കുക. ഖറഅത്തുൽ ജരീദത്ത, പത്രം ഞാൻ വായിച്ചു. ഡാഷ് ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ദഹബ എന്നാണ് ബ്രാക്കറ്റിൽ, അവൻ പോയി എന്നാണ്. ഞാൻ പോയി എന്നാക്കാൻ ബഇനെ സുക്കൂൻ കൊടുത്ത് തു എന്ന് ചേർത്ത് കൊടുക്കുക. ദഹബ് തു. ദഹബ്തു ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് ഞാൻ പോയി. കതബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി.
ഡാഷ് അദ്ദുറൂസ പാഠങ്ങൾ, കതബ അവൻ എഴുതി. ഞാൻ എഴുതി എന്ന് പറയാൻ കതബ ബാക്ക് സുക്കൂൻ കൊടുത്ത് തു, കതബ് തു അദ്ദുറൂസ പാഠങ്ങൾ ഞാൻ എഴുതി. ഡാഷ് മിനൽ മദ്രസത്തി മസാഅൻ വൈകുന്നേരം മദ്രസയിൽ നിന്ന്, റജഅം അവൻ മടങ്ങി. ഞാൻ മടങ്ങി എന്നാക്കാൻ ഐനിനെ സുക്കൂൻ കൊടുത്ത് തു ചേർക്കുക. റജഅതു ഞാൻ മടങ്ങി, മിനൽ മദ്രസത്തി മസാഅൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഞാൻ മടങ്ങി. അടുത്തത് ഡാഷ് ഫിൽ മൈദാനി ഗ്രൗണ്ടിലെ, മഅൽ അസ്തിക ഈ കൂട്ടുകാരോടൊപ്പം, ബ്രാക്കറ്റിൽ ലഅബ അവൻ കളിച്ചു എന്നാണ്. ഞാൻ കളിച്ചു എന്നാക്കാൻ ബാഇനെ സുക്കൂൻ കൊടുത്ത് തു എന്ന് ചേർക്കുക. ലഅബ്തു ഞാൻ കളിച്ചു, ഫിൽ മൈദാനി ഗ്രൗണ്ടിൽ, മഅൽ അസ്തിക ഈ കൂട്ടുകാരോടൊപ്പം. പേജ് നമ്പർ 61 എന്താണെന്ന് നോക്കാം. നുൻഷിദു നമുക്ക് പാടാം, വനതദവ്വകു നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം, വനതഅറഫു നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം, അലൽ അൽആബി കളികളെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. ലഅബത്തുൽ ഹജ്ലത്തി കളം വരച്ചുകൊണ്ട് ഉള്ള കളി, കളത്തിൽ ചാടി ചാടി കളിക്കുന്നതിന് കക്ക് കളി, ചാടിക്കളി. അതുപോലെ അടുത്ത പിക്ചറിലെ ലഅബത്തുൽ കറാസി കസേരക്കളി. അടുത്തത് ലഅബത്തു ഷദ്ദിൽ ഹബ്ലി വടംവലി. 3 കളികളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. ഉംസികുരിജ്ലൻ ഉത്തിലികുരിജ്ലൻ അബ്ദഉ മഹ്ലൻ ഹജ്ലൻ ഹജ്ല അന അതഖത്ത ഖത്തൻ ഖത്ത ഇൻദി ഖിബ്റ ഇൻദി ഖുദ്റ അസ്ബികു ഐരി മിസ്ലത്തൊയ്രി. അർത്ഥം നോക്കാം. ലഅബത്തുൽ അജ്ലത്തി ലഅബത്ത് കളി, അൽ ഹജ്ല കക്ക് കളി, ചാടിക്കളി. ഉംസികുരിജ്ലൻ ഞാൻ എൻ്റെ കാലിനെ പിടിച്ചു വെക്കും. ഉത്തിലിക്കു ഞാൻ അഴിച്ചുവിടും, റിജ്ലൻ എൻ്റെ കാല് ഞാൻ അഴിച്ചുവിടും. അബ്ദഉ മഹ്ലൻ സാവകാശം ഞാൻ തുടങ്ങും. ഹജ്ലൻ ഹജ്ല ഒരു കാല് പൊക്കിയിട്ട് മറ്റേ കാൽ കൊണ്ട് ഞാൻ ചാടി ചാടി ഓരോ കോളങ്ങളിൽ കടക്കും. അന അതഖത്തോ ഞാൻ ചാടും. ഖത്തൻ ഖത്ത ചുവട് വെച്ചുകൊണ്ട് ഞാൻ ചാടും. ഓരോ കാലടി വെച്ചുകൊണ്ട് ഞാൻ ചാടി ചാടി ഓരോ കോളങ്ങളിൽ എത്തും. ഇൻദി എൻ്റെ അടുക്കലുണ്ട്. ഖിബ്റത്തുൻ എനിക്ക് പരിചയമുണ്ട്. ഇൻദി എൻ്റെ അടുക്കലുണ്ട്. ഖുദ്റത്തുൻ ഈ കളിയെ പറ്റി എനിക്ക് കഴിവുണ്ട്. അസ്ബികു ഒയ്രി ഞാൻ അസ്ബികു മുൻകടക്കും. ഒയ്രി മറ്റുള്ളവരെ ഞാൻ മുൻകടക്കും. മിസ്ലത്തൊയ്രി മിസ്ല പോലെ, അത്തൊയ്രി പക്ഷികളെ പോലെ ഞാൻ ഈ കളിയിൽ മുൻകടക്കും. അടുത്ത കളി നോക്കൂ. ലഅബത്തുൽ കറാസി കസേരക്കളി, മ്യൂസിക്കൽ ചെയർ. മ്യൂസിക് സ്റ്റോപ്പാക്കുമ്പോൾ ചെയറിൽ വന്നിരിക്കുന്ന കളിയാണ്. ചെയറിലിരിക്കാത്തവർ അതിൽ നിന്നും ഔട്ടാവും. നമുക്കിതൊന്ന് പാടി നോക്കാം. നുസിരി ഫീ ഹമാസി ലില്ലഅബത്തിൽ കറാസി നദൂറു ഹൗലഹാ മഅൻ ഹത്താ യനാഉ മൗളിഅൻ വാഹിദൻ ഫവാഹിദ യുഖ്രിജു അന്നാ സഇദ വമൻ തബക്ക വഹ്ദഹു നാലൽ ഹദായ വഹ്ദഹു. അർത്ഥം നോക്കാം. നുസ്രിഉ ഞങ്ങൾ ധൃതിയിലാക്കുന്നു, വേഗത്തില്. ഫീ ഹമാസി ആവേശത്തോടു കൂടി ഞങ്ങൾ വേഗത കാണിക്കും. ലില്ലഅബത്തിൽ കറാസി കസേരക്കളിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് വളരെ ആവേശത്തോടു കൂടി ധൃതിയിൽ പോകും. ദൂറു ഞങ്ങൾ കറങ്ങും. ഹൗലഹ അതിനു ചുറ്റും. മഅൻ ഒന്നിച്ച് കറങ്ങും. ഹത്ത വരെ. യനാല കിട്ടുന്നതുവരെ. മൗളിഅൻ ഒരു ഇരിപ്പിടം, സ്ഥലം കിട്ടുന്നതുവരെ ഞങ്ങൾ ചുറ്റും കറങ്ങും. വാഹിദൻ ഫവാഹിദ ഓരോരുത്തരായിട്ട്. യുഖ്രിജു പുറത്തുപോകും. അന്ന ഞങ്ങളെ തൊട്ട്. സഇദൻ അധികമുള്ള ആൾ പുറത്തു പോകുന്നു. ചെയർ കിട്ടാത്ത ആള് പുറത്തു പോകേണ്ടി വരും. വമൻ
ഒരുത്തൻ തബക്ക അവശേഷിക്കും, വഹ്ദഹു അവൻ ഒറ്റക്കായിട്ട് അവശേഷിക്കും. നാലൽ ഹദായ നാല നേടും, അൽ ഹദായ സമ്മാനങ്ങൾ, വഹ്ദഹു അവന് ഒറ്റക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ലാസ്റ്റ് കളി ലഅബത്തു ഷദ്ദിൽ ഹബ്ലി വടംവലി. നൽഅബു ഷദ്ദൽ ഹബ്ലി ഫീ ഖുവ്വത്തിൻ വഅഖ്ലിൻ കുല്ലു ഫരീഖിൻ ഫീ തൊറഫിൻ യശുദ്ദു ഹത്തൽ മുൻതസഫി ഹത്താ യഫൂസ വാഹിദുൻ ബിശിദ്ദത്തിൻ വയസ്അദു. അർത്ഥം നോക്കാം. നൽഅബു ഞങ്ങൾ കളിക്കും, ഷദ്ദൽ ഹബ്ലി കയർ വലിച്ചുകൊണ്ട് ഞങ്ങൾ കളിക്കും, ഫീ ഖുവ്വത്തിൻ ശക്തിയിലും, വഅഖ്ലി ബുദ്ധിയും, ശക്തിയും ബുദ്ധിയും പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കയർ വലിച്ച് കളിക്കും. കുല്ലു ഫരീഖിൻ എല്ലാ ഗ്രൂപ്പുകളും, ഫീ തൊറഫിൻ ഓരോ വശത്തായിട്ട് 2 ടീമുകൾ ഉണ്ടായിരിക്കും. യശുദ്ദു ശക്തമായിട്ട് വലിക്കും, ഹത്തൽ മുൻതസഫി മധ്യഭാഗം വരെ ശക്തമായി വലിക്കും. ഹത്താ യഫൂസ വാഹിദുൻ ഹത്ത വരെ, യഫൂസ വിജയിക്കുന്നത് വരെ, വാഹിദുൻ ഒരാൾ, ഒരു ടീം വിജയിക്കുന്നത് വരെ ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കും. ബിശിദ്ദത്തിൻ വളരെ ശക്തിയില്, വയസ്അദു അങ്ങനെ അവസാനം ഞങ്ങള് സന്തോഷിക്കും. ലാസ്റ്റ് പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 62. നതദറബു നമുക്ക് പരിശീലിക്കാം, അൽ ഖത്ത എഴുത്ത് നമുക്ക് പരിശീലിക്കാം. ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. അൽ ഖൽബു ഹൃദയം, അസ്സലീമു സുരക്ഷിതമായ ഹൃദയം, ഫിൽ ജിസ്മി സലീം സുരക്ഷിതമായ ശരീരത്തിലാണ് സുരക്ഷിതമായ ഹൃദയമുള്ളത്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഹൃദയമുള്ളത്. ഇതിൽ മുകളിൽ വരേണ്ട ഹർഫുകൾ, അക്ഷരങ്ങൾ മുകളിലായിട്ടും താഴെ വരേണ്ടത് താഴെയുമായിട്ട് നിങ്ങൾ 1 മുതൽ 6 വരെ ലൈനുകളിൽ എഴുതി പരിശീലിക്കണം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ള പ്രവർത്തനമാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിച്ചു വന്നത് ലഹ്ലാത്തുൻ ലാ തുൻസ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. ഇതിൽ സൽമാൻ എഴുതിയ ഡയറി കുറിപ്പ് നമ്മൾ വായിച്ചു മനസ്സിലാക്കി അതുപോലെ തന്നെ മുഫക്കിറക്ക് അനുസരിച്ച് സെന്റൻസുകൾ ഓർഡറാക്കാനും മാളിയായ ഫിയലുകളെ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ ഫിയലുകളുടെ കൂടെ ഞാൻ എന്നർത്ഥം വരുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു. അതുപോലെ ഏതാനും കളികളെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് പഠിച്ചതിൽ അറിയാത്ത വേർഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. മാളിയായ ഫിയലുകൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. അവയിൽ തൂ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലെറ്ററിന് സുക്കൂൻ കൊടുത്ത് തൂ ചേർത്തു കഴിഞ്ഞാൽ ഞാൻ എന്നർത്ഥം വരും. അങ്ങനെ വേറെയും ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. ഇതോടുകൂടി 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററും അവസാനിച്ചു. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റ് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.